Welcome to MrUnbox and Travel. This is Samsung Galaxy Z Fold 4. Samsung's latest luxurious smartphone. This is Samsung Galaxy Z Flip 4. That is this smartphone. This smartphone ഒരു ക്വിക്ക് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇവിടെ ഐകാർഡിലും കൊടുക്കുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 4ന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ റിവ്യൂസും അതുപോലെ തന്നെ ഗാഡ്ജറ്റ് റിവ്യൂസും അതുപോലെ തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ വീഡിയോസും കാര്യങ്ങളും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു വീഡിയോയിലേക്ക് കടക്കാം. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ഫാൻറ്റം ബ്ലാക്ക് ആണ്. ഇതുകൂടാതെ തന്നെ ഗ്രേ ഗ്രീന് ബീജ് എന്ന് പറയുന്ന കളറാണ്. പിന്നീട് മറ്റൊരു കളർ എന്ന് പറയുന്നത് ബർഗണ്ടി എന്ന് പറയുന്ന കളറാണ്. പക്ഷേ ആ ഒരു കളറ് ഇപ്പോൾ നിലവിൽ സാംസങ്ങിൻ്റെ ഓൺലൈൻ സൈറ്റുകളിൽ മാത്രമാണ് ലഭ്യമാവുക. ഗാലക്സി Z Fold 4, Z Fold 3 ഒറ്റ നോട്ടത്തിൽ സെയിം ഡിസൈൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പ്രധാന വ്യത്യാസം നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു ഹൈറ്റിൽ അല്ലെങ്കിൽ വിഡ്ത്തിലുള്ള ഒരു വ്യത്യാസമാണ്. Z Fold 4 Z Fold 3യേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞ സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ വെയിറ്റിൻ്റെ കാര്യം എടുത്താലും 271 ഗ്രാമാണ് ഫോൾഡ് 3യിലെങ്കിൽ 263 ഗ്രാം 8 ഗ്രാം കുറവാണ് Z Fold 4ൽ. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിലും ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം. ക്യാമറ മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി Z Fold 4ൽ വലുതാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബിഗ്ഗർ സെൻസറും ബിഗ്ഗർ മെഗാ പിക്സലാണ്. പിന്നീട് ഒരു വ്യത്യാസം നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഹിഞ്ചസിൻ്റെ ഒരു വ്യത്യാസമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളത് കുറച്ചും കൂടി തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഹിഞ്ചസ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു ഹിഞ്ചസാണ് നമുക്ക് Z Fold 4ൽ കാണുന്നത്. അത് പിറകിലായാലും അതുപോലെ തന്നെ ഫ്രണ്ടിലായാലും കുറച്ചും കൂടി തിന്നായിട്ടുള്ളൊരു ഹിഞ്ചസ് നമുക്ക് കാണാം. ഇനി പിറകിലും അതുപോലെ തന്നെ ഡിസ്പ്ലേ അത് ഉള്ളിലായാലും അതുപോലെ തന്നെ പുറത്തെ ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഗ്ലാസ് മെറ്റീരിയലാണ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴ്വശത്തായിട്ട് നമുക്ക് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇന്റേണൽ മൈക്കും അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും കാണാം. മുകൾ വശത്താണ് നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഗ്രില്ല്, അതുകൂടാതെ തന്നെ 3 ഇന്റേണൽ മൈക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നീടുള്ളത് ഡ്യുവൽ നാനോ സിം കാർഡാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എനിവേ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇതൊരു പ്രീമിയം ലെവൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫിനിഷും അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം മെറ്റീരിയൽ ക്വാളിറ്റി നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മിസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സാംസങ് ഗാലക്സി ഫോൾഡ് സീരീസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൾഡ് 4 എന്ന് പറയുന്നത്. 2 ലക്ഷം തവണ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോൾഡ് അൺഫോൾഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 100 പ്രാവശ്യം നമ്മൾ പെർ ഡേ ഇത്തരത്തിൽ ഫോൾഡ് അൺഫോൾഡ് രീതിയിൽ യൂസ് ചെയ്താൽ പോലും ഏകദേശം 5 വർഷത്തോളം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വലിയ രീതിയിലുള്ള കേടുപാടുകളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു Z Fold 4ൽ പ്രതീക്ഷിക്കാം. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 7.6 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. അത് തന്നെ LTPO ഡിസ്പ്ലേ ആണ്. അതായത് 1 Hz മുതൽ 120 Hz വരെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും റിഫ്രഷ് റേറ്റ് വരിക. അതായത് ഏത് ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിഫ്രഷ് റേറ്റ് മാത്രമായിരിക്കും യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ബെറ്റർ ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ പ്രതീക്ഷിക്കാം. ഇനി മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Godox ആണ് റെസൊല്യൂഷന്, 373 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി, 1200 നിറ്റ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവല്, HDR10+ ഇതിൽ സപ്പോർട്ടാണ്. ഇനി സെക്കൻഡറി ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.2 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അതായത് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. വെളിയിൽ പോയാലൊക്കെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ഷാർപ്പാണ്, വളരെ ഡീറ്റെയിൽ ആണ്. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 4ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഹാർഡ്വെയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഹാർഡ്വെയർ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. Qualcomm Snapdragon 8+Gen 1 എന്ന് പറയുന്ന 5G ചിപ്സെറ്റാണ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചിപ്സെറ്റിൽ ഒന്ന് തന്നെയാണ്. 4 നാനോമീറ്റർ ആണ് ചിപ്സ് സൈസ്. ഒക്ടാകോറിൽ 3.19 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. Adreno 730 എന്ന് പറയുന്ന GPU ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു GPU തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. UFS വരുന്നത് 3.1 ആണെങ്കിൽ റാം ടൈപ്പ് വരുന്നത് LPDDR5 റാം ആണ് വരുന്നത്. 3 മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്.
12GB റാമിൽ 256ഉം അതുപോലെ തന്നെ 12GB റാമിൽ 512GBയും ഇതാണ് നമുക്ക് പൊതുവെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ 12GB റാമിൽ 1TB എന്ന് പറയുന്ന മെമ്മറി വേരിയൻ്റ്, അത് എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ ഓൺലൈൻ സൈറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു 3 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. ഇത് കൂടാതെ തന്നെ IPX8 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോണാണിത്. 1.5 മീറ്റർ വരെ നമുക്ക് 30 മിനിറ്റ് വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ വളരെ പവർ എഫിഷ്യൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഫീലും എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിച്ചിട്ടുണ്ട്. കണക്ടിവിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്, ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്, വൈഫൈയുടെ 6E ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷൻ വരുന്നത്, NFC കൂടി ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. ആൻഡ്രോയിഡ് 12 ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുകൂടാതെ തന്നെ 1UI വേർഷൻ 4.1.1 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആൻഡ്രോയിഡ് 12L എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേരിയൻ്റ് ആണ് ഈ ഒരു ഫോൾഡ് 4ൽ കാണാൻ സാധിക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ആൻഡ്രോയിഡ് 12L എന്ന് ചോദിച്ചാൽ, ചില ഫോൾഡബിൾ ഫോണിലും അതുപോലെ തന്നെ ചില ടാബ്ലറ്റ്സിലും അപൂർവം ചില സ്മാർട്ട് ഫോണുകളിലും മാത്രമേ ഈ ഒരു 12L എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേരിയൻ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് മൾട്ടി ടാസ്കിങ് കുറച്ചും കൂടി ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടും കുറച്ചും കൂടി കസ്റ്റമൈസേഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു 12L എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള വളരെ കുറച്ച് സ്മാർട്ട് ഫോണിലാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ വലിയ രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളും ഈ ഒരു ആൻഡ്രോയിഡ് 12ഉം 12Lഉം തമ്മിലില്ല എന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കും. അതുപോലെ തന്നെ 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും പറയുകയാണെങ്കിൽ ഇതൊരു വലിയൊരു 7.6 എന്ന് പറയുന്ന വലിയൊരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഒരേ സമയത്ത് തന്നെ 3 ആപ്ലിക്കേഷൻ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് തന്നെ വളരെ നല്ല ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് സാംസങ്ങിൻ്റെ S Pen വെറും ഒരു S Pen അല്ല, ഫോൾഡ് എഡിഷൻ S Pen ആണ്. ഈ ഒരു S Pen ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഫോൾഡ് 3ഉം ഫോൾഡ് 4ഉം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു S Pen ഇത്തരത്തിലുള്ള ഡിസ്പ്ലേയിൽ മാത്രമേ വർക്ക് ചെയ്യൂ എന്നതാണ്. അതായത് നമ്മൾ ഇതിൻ്റെ തന്നെ 6.2 ഇഞ്ചിൻ്റെ ഗ്ലാസ് ഡിസ്പ്ലേയിൽ നമ്മൾ ഇത് വെച്ചിട്ട് കുത്താൻ നിന്നാൽ ഒന്നും വർക്ക് ചെയ്തില്ല എന്നതാണ് അതിൻ്റെ രസം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇത്തരത്തിലുള്ള S Pen അല്ലാതെ ഗാലക്സി നോട്ട് സീരീസിൻ്റെ S Penോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ ട്രൈ ചെയ്യരുത്. ഒന്നിത് വർക്ക് ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ ഇതിൽ ട്രൈ ചെയ്താൽ ഒരുപക്ഷെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് വരെ അത് കേടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു S Penൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെന്ന് പറയുന്നത് നോർമൽ S Penൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്യാനും അത്തരത്തിലുള്ള നോർമൽ യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു S Pen വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ മാത്രം പറയുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഫോൾഡ് ഫോണുകളിൽ ഇത്തരത്തിലുള്ള S Pen യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൾഡ് എഡിഷൻ എന്നുള്ള ഒരു S Pen മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കുക. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഫിംഗർ റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ട്യൂൺഡ് ബൈ AKG ആണ്. സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ബാലൻസ്ഡ് സൗണ്ട് എന്ന് പറയാം. മുകളിൽ നിന്നും താഴെ നിന്നും അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെരി പവർഫുൾ ആയിട്ടുള്ള ലൗഡി ആയിട്ടുള്ള സ്പീക്കർ ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഫോൾഡ് 3ഉം ഇത്തവണത്തെ ഫോൾഡ് 4ഉം വരുന്നത് സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. 4400 mAh എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 25 വാട്ടിൻ്റെ ചാർജറാണ് മാക്സിമം ഇതിൽ സപ്പോർട്ട് ആകുക. അറ്റ്ലീസ്റ്റ് ഒരു 45 കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നതിന് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാറ്ററി ലൈഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഫോൾഡ് 3യേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു 4-5 ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിനടുത്തും, ഇനി നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് പുറത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 11 വാട്ടാണ് മാക്സിമം സപ്പോർട്ട്. പിന്നെ 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ടാണ്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണ് നമ്മൾ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഇനി ഗ്രാഫിക്സിൻ്റെ ഫ്രെയിം റേറ്റിൻ്റെ കാര്യം എടുത്താൽ
ഗ്രാഫിക്സ് വെരി ഹൈയിലാണ് നമുക്കിതിൽ കളിക്കാൻ സാധിക്കുന്നത്. അതുതന്നെ ഫ്രെയിം റേറ്റ് നമുക്ക് മാക്സിമം സപ്പോർട്ടാണ്. ഇനി ഫ്രെയിം റേറ്റ് അൾട്രയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിക്സ് ലോയിലേക്ക് പോകുന്നത് നമ്മളിതിൽ കണ്ടിട്ടുണ്ട്. എനിവേ 45 മിനിറ്റ്സിനടുത്ത് നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ ഈ ഒരു പ്രൊസസ്സറും അതുപോലെ തന്നെ Adreno 730 എന്ന് പറയുന്ന GPUയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ലാഗ് ഫ്രീ ആണ്. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ എല്ലാവർക്കും പിടിക്കുമെന്ന് അറിയില്ല. ഈ ഒരു സ്ക്വയർ ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആളുകൾക്ക് ഈ ഒരു ഡിസ്പ്ലേ സൈസ് പിടിക്കുമെന്ന് എനിക്കറിയില്ല. എനിവേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ആ ഒരു 6.2 ഇഞ്ചിൻ്റെ അതിൽ ഗെയിം കളിക്കാനാണ്. അത് കുറച്ചും കൂടി നമുക്ക് ഹാൻഡി ആയിട്ട് ഇതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിവേ ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള യാതൊരു ഇഷ്യൂസും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള Z Fold 3യിൽ നിന്ന് Z Fold 4ലേക്ക് വന്നപ്പോൾ പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അത് തന്നെ 2 വ്യത്യാസമാണ് കാണാൻ സാധിക്കുക. കഴിഞ്ഞ വർഷം Z Fold 3ൽ 12 മെഗാ പിക്സലായിരുന്നു മെയിൻ ലെൻസ് എങ്കിൽ ഇത്തവണ അത് 50 മെഗാ പിക്സലിൻ്റെ ആണ്, 50 മെഗാ പിക്സലാണ് വന്നിരിക്കുന്നത്. 1.8 ആണ് അപ്പാച്ചർ വരുന്നത്. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടി ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നു. S22ലും S22 പ്ലസിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സിമിലർ ലെൻസ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ടെലിഫോട്ടോ ലെൻസ് 12 മെഗാ പിക്സലിൻ്റെ വന്നിരുന്നെങ്കിൽ അത് 2x ഒപ്റ്റിക്കൽ സൂം ആണെങ്കിൽ ഇത്തവണ അത് 10 മെഗാ പിക്സലിൻ്റെതാണ് വരുന്നത് വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. തേർഡ് ലെൻസ് എന്ന് പറയുന്നത് 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ് ആണ്. എനിവേ റിയർ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം ആ ഒരു ഫോൾഡ് 3യിൽ കണ്ട അല്ലെങ്കിൽ എടുത്ത ഫോട്ടോസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം നമുക്ക് എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് കാണാണ്ട്. HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താലും പോർട്രേറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈവൻ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും വളരെ നല്ല രീതിയിലുള്ള ഫോട്ടോസും വളരെ ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. ഇത്തിരി ആ ഒരു സാംസങ്ങിൻ്റെ ആ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ടും ഷാർപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അൾട്രാ വൈഡിലും അതുപോലെ തന്നെ ഈ ഒരു ടെലിഫോട്ടോ ലെൻസിലൊക്കെ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ റിയർ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. സാംസങ് ഗാലക്സി Z Fold 4ൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. 8K 24 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. അതുപോലെ തന്നെ HDR ഒക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഓവറോൾ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. 2 സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ഒപ്പീനിയനാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ആദ്യത്തെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് ആ ഒരു 7.6 ഇഞ്ചിൻ്റെ ആ ഒരു വലിയ ഡിസ്പ്ലേ ഉള്ള ക്യാമറയാണ്. 4 മെഗാ പിക്സലിൻ്റെ അണ്ടർ ഡിസ്പ്ലേ ക്യാമറയാണ്. f1.8 ആണ് അതിൻ്റെ അപ്പാച്ചർ. ഇപ്പോൾ ഈ ഒരു ഫോണിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വീഡിയോ കോളിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേർപ്പസിന് തന്നെയായിരിക്കും ബെറ്റർ. അല്ലാതെ ഒരു സെൽഫി ക്യാമറ എന്നുള്ള രീതിയിൽ അത്ര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസോ കാര്യങ്ങളോ എനിക്കിതിൽ കണ്ടിട്ടില്ല. ഇനി 6.2 ഇഞ്ചിൻ്റെ ആ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ വരുന്ന സെൽഫി ക്യാമറയെ നോക്കുകയാണെങ്കിൽ 10 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തികച്ചും വിപരീതമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് ആ ഒരു സെൽഫി ഫോട്ടോസിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് വളരെ സൂപ്പർബായിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യമായിക്കോട്ടെ, പോർട്രേറ്റ് മോഡിൻ്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ HDR പെർഫോമൻസിൻ്റെ കാര്യമായിക്കോട്ടെ, ഈവൻ നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യമായിക്കോട്ടെ, ഓവറോൾ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണുകൾ ഒന്ന് തന്നെയായിട്ട് നമുക്കിതിനെ വിലയിരുത്താൻ പറ്റും. ഇപ്പോൾ ഓവറോൾ റിയർ ക്യാമറയും അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. സാംസങ് ഗാലക്സി Z Fold 4ൽ എടുക്കുന്ന സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. HDR ഒക്കെ സൂപ്പർബായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ അത്യാവശ്യം വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് വരുന്നത്. ഓവറോൾ സെൽഫി വീഡിയോ ഫുട്ടേജിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി വീഡിയോ ഫുട്ടേജ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഗാലക്സി Z Fold 4ന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. 12GB റാമിൽ 256GB വരുന്നത് 6849 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 1,45,000 രൂപയും. 12GB പ്ലസ് 512GB വരുന്നത് 7,299 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 1,54,000 രൂപയായിരിക്കും പ്രൈസ് വരിക. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഖത്തറിലുള്ളവർക്ക് മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഡേറ്റും കൂടി നിങ്ങൾ ആലോചിക്കുക. 2022 ഓഗസ്റ്റ് 25-നുള്ളിൽ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിലുള്ള ഓഫർ എന്ന് പറയുന്നത്
12GB പ്ലസ് 256GB, അതായത് 6849 ഖത്തർ റിയാൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7299 രൂപ വിലയുള്ള 512GB മെമ്മറി വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് 2022 ഓഗസ്റ്റ് 25-നുള്ളിൽ പ്രീ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വൈസും അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി വൈസും സ്പീക്കർ ക്വാളിറ്റി വൈസും പെർഫോമൻസ് വൈസും ഈവൻ ബാറ്ററി ലൈഫ് ഓൾസോ വെരി ഗുഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോണിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ വില എന്ന് പറയുന്നത് 1,50,000 ആ ഒരു റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അല്പം ലക്ഷറി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെ വിലയിരുത്താം. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് തരത്തിലുള്ള ഒരു ഒപ്പീനിയനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളൊരു റഫ് ആൻഡ് ടഫ് രീതിയിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ അത്ര ഒരു സ്യൂട്ടബിൾ ആവണമെന്നില്ല. അതല്ല നിങ്ങളൊരു നോർമൽ ആയിട്ടുള്ള ഒരു യൂസറാണ്, അത്യാവശ്യം കെയർ ചെയ്യുന്ന ഒരാളാണ് സ്മാർട്ട് ഫോൺ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലാർജ് ഡിസ്പ്ലേ ആണ്, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ചില ഓഫീസ് പർപ്പസ് അല്ലെങ്കിൽ നമ്മൾ ഒരേ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അത്തരത്തിലൊക്കെ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 4 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സുന്ദരക്കുട്ടപ്പൻ്റെ വീഡിയോ ആയിരിക്കും, സാംസങ് ഗാലക്സി Z Flip 4. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. ഈ ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവുക. എനിവേ ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി Z Fold 4ൻ്റെ വീഡിയോസും കാര്യങ്ങളും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.